ഹലോ, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് ഹലോവീൻ ക്രാഫ്റ്റ്സ് ആയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പൂക്കി ലാൻറ്റേൺ ആണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കോഫി ജാറ്, പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ്, പിന്നെ ഫെവിക്കോൾ, പിന്നെ അതിനാവശ്യമായിട്ടുള്ള അക്രിലിക് പെയിൻറ്റ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നെസ്കഫേൻ്റെ ജാറാണ്. ആദ്യം തന്നെ ഞാനിവിടെ ഫെവിക്കോളിൽ കുറച്ച് വാട്ടർ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2 കളറ് പെയിൻ്റാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലൂവും ഗ്രീനും ആണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഞാനതിൽ കുറച്ച് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം നമുക്ക് തിക്ക് കൺസിസ്റ്റൻസി ആവശ്യമില്ല. ഞാനിവിടെ ഒരു മോൺസ്റ്റർ ഹൗസ് വരയ്ക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. സോ ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ഈ ഒരു ബ്ലൂ കളർ കൊടുക്കുന്നത്. ഇത് പെയിൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ബ്രഷ് കൊണ്ട് കൊടുക്കാതിരിക്കാൻ നോക്കണം. ഇതുപോലെ സ്പോഞ്ച് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് അത് കീറി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ബ്രഷ് കൊണ്ട് ചെയ്യുമ്പം എന്തായാലും പെയിൻറ്റ് നമുക്ക് കുറച്ച് തിക്കായിട്ട് തന്നെ എടുക്കേണ്ടി വരും. അപ്പം ഞാൻ ഈ പെയിൻറ്റ് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഒരു മോൺസ്റ്റർ ഹൗസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഡയറക്റ്റ് ഫ്രീ ഹാൻഡായിട്ട് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. ആ മോൺസ്റ്റർ ഹൗസ് മാത്രം ഞാൻ ഇതുപോലെ ആദ്യം പെൻസിൽ വെച്ച് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഡയറക്റ്റ് വരയ്ക്കാൻ പറ്റാത്തവർക്ക് ട്രേസ് ചെയ്തിട്ടും വരയ്ക്കാവുന്നതാണ്. അപ്പം ഇവിടെ മൊത്തം ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റും കൂടെ വെച്ച് കൊടുത്താലേ ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു ടീ ലൈറ്റാണ് വെച്ച് കൊടുത്തത്. ഇത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു വൈറ്റ് ലൈറ്റ് ഇടുന്നതായിരുന്നു കുറച്ചുകൂടെ ഭംഗി. തൽക്കാലം എൻ്റെ കയ്യിൽ ഒരു വാം ലൈറ്റ് ഉള്ളതുകൊണ്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ഗോസ്റ്റിനെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മോൾഡഡ് ക്ലേ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു ചപ്പാത്തീൻ്റെ ഷേപ്പിൽ പരത്തി എടുത്തിട്ട് ഇതുപോലത്തെ ഒരു ഷേപ്പിൽ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇനി നമുക്ക് 2 കുഞ്ഞ് കൈ കൂടെ ഉണ്ടാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലേ എടുത്തിട്ട് ഇതുപോലെ 2 ചെറിയ കൈ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്.
ഇനി ഉണ്ടാക്കിയെടുത്ത കൈ ഞാൻ ഇതുപോലെ ഫെവിക്കോൾ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 കണ്ണും പിന്നെ ഒരു മൂക്കും കൂടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ളൊരു ടൂൾ എടുത്തിട്ട് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിൽ ഞാൻ കോട്ടൺ വെച്ചതെന്ന് വെച്ചാൽ കറക്റ്റ് ഷേപ്പ് കിട്ടാനാണ്, ആ ഒരു തലേൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇനി ഇത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ കോട്ടൺ എടുത്ത് മാറ്റാം. ഇനി വേണ്ടത് ഇതിന് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെയിൻ്റൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വാർണിഷും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുന്ദരനായിട്ടുള്ള ഗോസ്റ്റ് കുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലൊരു ലൈറ്റും കൂടെ വെച്ച് കൊടുക്കണം. ഞാനൊരു ടീ ലൈറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പംകിനും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ പംകിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോൾഡഡ് ക്ലേ തന്നെ എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടി പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് ബോൾ ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ക്ലേ പരത്തി വെച്ച ക്ലേ ഇതിൻ്റെ മേലെ വെച്ചിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ക്ലേ അത്യാവശ്യം നമുക്ക് ലാഭിക്കാം. അപ്പോൾ ഞാൻ ഈ പരത്തി വെച്ച ക്ലേ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് വെള്ളം വെച്ചിട്ട് ചെറുതായിട്ട് സ്മൂത്താക്കി ഇങ്ങനെ കൊടുക്കണം. പിന്നെ കയ്യിൽ വെച്ച് ഉരുട്ടിയാൽ തന്നെ ഇത് ആ ഒരു ഷേപ്പിലേക്ക് ആവും. ഇനി ഞാനിവിടെ ഒരു വൂളൻ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളല്ലാണ്ട് ലൈൻസ് ഇടുന്നതിനെക്കാട്ടും ഈസിയാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മൊത്തമായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ അടിഭാഗത്തും ചെയ്ത് കൊടുക്കണം, മുകളിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. ഇനി ആ ലൈൻസ് ഇട്ട ഭാഗത്തൊന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഇനി ഒരു സ്റ്റെമ്മും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ സ്റ്റെം ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 കോട്ട് ഓറഞ്ച് കളർ ആക്രിലിക് പെയിൻറ്റും കൂടെ കൊടുക്കാം. സ്റ്റെമ്മിന് വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രീനാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി
ഇനി ആ ലൈൻസ് ഇട്ട ഭാഗത്തൊക്കെ അതുപോലെ ഡാർക്ക് ബ്രൗണും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പം കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി തോന്നിക്കും. അങ്ങനെ പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷം ഞാനിവിടെ വാർണിഷ് അടിച്ചു കൊടുക്കുന്നുണ്ട്. വുഡ് വാർണിഷാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ആ ഒരു ഗ്ലേസിങ്ങിലാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി ഇരിക്കുന്നത്. അപ്പോൾ വാർണിഷ് കൂടെ ചെയ്തപ്പോഴത്തേക്ക് നമ്മളെ പംകിൻ ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടമായെന്ന് അറിയാൻ എനിക്ക് ചെറിയൊരാഗ്രഹമുണ്ട്. സോ പ്ലീസ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.